പഹൽഗാമിലൂടെ ഇന്ത്യയിലെ നിരപരാധികൾക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിട്ട് ഷിംല കരാറിൽ നിന്നും ഏകപക്ഷീയമായി തങ്ങൾ പിൻവാങ്ങുകയാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടുവെങ്കിൽ അവർ ചെയ്യാൻ ബാധ്യസ്ഥരായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണത്? ഷിംല കരാർ പ്രകാരം ഇന്ത്യ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാകിസ്ഥാന് വിട്ടു നൽകിയ ആ ഭൂവിഭാഗം പാകിസ്ഥാൻ ഇന്ത്യക്ക് തിരിച്ചു കൊടുക്കുമോ? വളരെ നിർണായകമായൊരു ചോദ്യമാണത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഉറക്കം കെടുത്തുന്ന രണ്ട് അതിർത്തി പ്രദേശങ്ങളുണ്ട് ഇന്നും. ഒന്ന്, പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരെ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്ന ലീപ്പ വാലി എന്ന അതിർത്തി പ്രദേശം. പാക് അധിനിവേശ കാശ്മീരിൽ 9 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ലീപ്പ വാലിയിൽ പാക് സൈനികരുടെ സാന്നിധ്യം ഒരല്പം കൂടുതലാണ്. കാരണം ഇന്ത്യക്കെതിരെ എപ്പോൾ വേണമെങ്കിലും വച്ച് പ്രയോഗിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ് ഈ ലീപ്പ വാലി എന്ന നിരന്തരം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ LOCക്ക് അപ്പുറത്തെ പാക് അധിനിവേശ കാശ്മീരിലെ ആ പ്രദേശം. ഇതാണ് ഇന്ത്യ പാകിസ്ഥാൻ അന്ന് തിരിച്ചു കൊടുത്തത്. ഇന്ത്യ അന്ന് പിടിച്ചെടുത്തതാണ്. അതിലേക്ക് വരാം. മറ്റൊന്ന്, ഈസ്റ്റേൺ ഭാഗത്തെ ബംഗ്ലാദേശ് അതിർത്തി തന്നെയാണ്. ഈ പ്രദേശവും ഇപ്പോൾ ഇന്ത്യക്കെതിരെ പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം അവിടെയും പാക് സൈന്യത്തിൻ്റെ സാന്നിധ്യം മണത്തറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങളായി ലീപ്പ വാലി ഇന്ത്യയിലേക്കുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റക്കാരുടെ ഒരു ഇഷ്ട കേന്ദ്രമാണ്. കാരണം അവിടെ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ലീപ്പ വാലിയിൽ നിന്നും അവിടെ തമ്പടിച്ചിരിക്കുന്ന എണ്ണത്തിൽ കൂടുതലായ പാക് സൈന്യത്തിൻ്റെ നിരന്തരമായൊരു വെടിയുതിർത്തുള്ള സംരക്ഷണം അവർക്ക് ലഭിക്കും. അങ്ങനെ പാക് സൈന്യം അവർക്ക് സംരക്ഷണം തീർക്കുമ്പോൾ അവർ ഇന്ത്യയിലേക്ക് കടന്നു വരും. അപ്പോൾ ഇത് മണത്തറിയുന്ന ഇന്ത്യൻ സേന പ്രത്യാക്രമണം നടത്തും. അങ്ങനെ ഒന്നും രണ്ടുമല്ല അവർക്കുണ്ടായ നഷ്ടം. ഇന്ത്യൻ സൈന്യം തിരികെ വെടിവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് എല്ലാ കാലത്തും ലീപ്പ വാലിയിൽ പാക് സൈന്യത്തിന് തന്നെയാണ്. ഇനി 1971 യുദ്ധത്തിൽ അന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ പാകിസ്ഥാനെതിരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ നിർണായകമായ ആ സൈനിക യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് മൊത്തം ഇതേ ലീപ്പ വാലി വഴിയാണ്. ജമ്മു കാശ്മീരിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും സമാന്തരമായി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈന്യം ആക്രമണം തുടർന്നു. പക്ഷേ അവസരവും കരുത്തുമൊക്കെ ഇന്ത്യക്കൊപ്പമായിരുന്നു. ഒന്നും രണ്ടുമല്ല, 93,000 പാക് സൈനികരാണ് അന്ന് ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. അങ്ങനെ പാകിസ്ഥാന് തന്നെ 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാണം കെട്ട ഒരു അധ്യായമായി മാറി ഈ ലീപ്പ വാലി സംഭവം. അതുമാത്രമല്ല, ലീപ്പ വാലി ഇന്ത്യ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് വന്ന ഷിംല കരാറിൻ്റെ ഭാഗമായി ഇതേ ലീപ്പ വാലി ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചു കൊടുത്തു, ഒരു ഉപാധികളുമില്ലാതെ. ഒന്ന് മാത്രമേ ഇന്ത്യ പറഞ്ഞുള്ളൂ, ഇങ്ങോട്ട് കയറി ആക്രമിക്കരുത്, ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന്. പക്ഷേ അതുമാത്രം പാകിസ്ഥാൻ കേട്ടില്ല. കൃത്യമായി ഇന്ത്യയെ ലീപ്പ വാലിയിൽ നിന്നും ഇന്ത്യയെ അവർ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. പിന്നീട് 4 പതിറ്റാണ്ടിന് ശേഷം 2016 ലഷ്കർ ഇ തോയ്ബ പ്രവർത്തകർ പുറിയിലെ ഒരു ഇന്ത്യൻ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഒന്നും രണ്ടുമല്ല 19 ഇന്ത്യൻ സൈനികരാണ് അവിടെ വീരമൃത്യു മരിച്ചത്. നിമിഷ നേരം കൊണ്ട് തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം ലീപ്പ വാലിയിലെ പാക് സൈനിക പോസ്റ്റുകളൊക്കെ തകർത്തു കൊടുത്തു. അങ്ങനെയാണ് ഇന്ത്യ പകരം വിട്ടത്. എന്നിട്ടും ഇന്ത്യ ലീപ്പ വാലി പിടിച്ചടക്കിയില്ല. ഇന്നിപ്പോൾ ഈ സംഘർഷ സമയത്ത് ലീപ്പ വാലി പിടിച്ചടക്കാൻ ഇന്ത്യൻ സേന തയ്യാറെടുക്കുന്നു എന്നെങ്ങാനും ഒരു വാർത്ത വന്നാൽ അതിലൊട്ടും സംശയിക്കേണ്ട കാര്യമില്ല. അതിൽ ഒരല്പം വസ്തുതയുണ്ട്. കാരണം ലീപ്പ വാലി എന്നാൽ ഇന്ത്യക്കും പാകിസ്ഥാനും വളരെ നിർണായകമായ തന്ത്രപ്രധാനമായ പ്രദേശം തന്നെയാണ്. ഇനി ഇന്ത്യയുടെ ഈസ്റ്റേൺ അതിർത്തി ഭാഗത്തെ പുകച്ചിൽ, അവിടെയുള്ളത് ബംഗ്ലാദേശ് അതിർത്തിയാണ്. അവിടെയും ഇന്ത്യൻ സേന ഇപ്പോൾ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഈ 2025 ആദ്യം മുതൽ. കാരണം എന്താണ്? ബോർഡറിനപ്പുറത്ത് പാകിസ്ഥാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ISI മേധാവികളുമൊക്കെ നിരന്തരം വന്ന് തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇന്ത്യക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പാകിസ്ഥാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി മാറ്റിയ ISI ചീഫ് ധാക്കയിലുണ്ടായിരുന്നു ജനുവരിയിൽ. മാലിക് എന്തിനാണ് ജനുവരിയിൽ ISIയുടെ മേധാവി അവിടെ എത്തിയത്? ബംഗ്ലാദേശിൻ്റെ സൈനിക മേധാവിയുമായുള്ള ചർച്ച നടത്താൻ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ പ്രാധാന്യമാക്കി ഊട്ടി ഉറപ്പിക്കാൻ സഹകരണം ശക്തിപ്പെടുത്താൻ അതിനുള്ള തീരുമാനമെടുത്തവർ. അതിൻ്റെ ഫലമായി ബംഗ്ലാദേശ് എന്ത് ചെയ്തു? പാക് സൈന്യത്തിന് വേണ്ടി തങ്ങളുടെ ബംഗ്ലാദേശ് അതിർത്തികൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം തുറന്നു കൊടുത്തു. എന്തിനാണ്? ബംഗ്ലാ സൈനികരെ പരിശീലിപ്പിക്കാൻ എന്ന പേരിൽ പാക് സൈന്യത്തിൻ്റെ വിദഗ്ധർ ബംഗ്ലാ മണ്ണിലെത്തി. അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യ നിരീക്ഷിക്കണം.
ബംഗ്ലാദേശിനൊപ്പം ഇന്ത്യയും അവർക്ക് കീഴടക്കണം. അതുതന്നെയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. അത് മണത്തറിഞ്ഞത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ സൈനിക ഇൻ്റലിജൻസ് ശൃംഖലയാണ്. അതുകൊണ്ട് തന്നെ ജനുവരിയിൽ ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ഫെബ്രുവരിയിൽ പാക് സേനയും ISI മേധാവിമാരുമൊക്കെ വീണ്ടും ധാക്കയിലെത്തുകയും ചെയ്തപ്പോൾ ഇന്ത്യ അതിർത്തിയിൽ പട്രോളിംഗ് ശക്തമാക്കി. എന്തായാലും ബംഗ്ലാദേശ് സൈന്യത്തിന് ഇപ്പോൾ തലവേദന തുടങ്ങിയിരിക്കുകയാണ്. കാരണം എന്താണ്? ബംഗ്ലാദേശിൽ ഇസ്ലാമിക റാഡിക്കൽ ഔട്ട്ഫിറ്റുകൾ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു. മുഹമ്മദ് യൂനുസ് സർക്കാർ ഇതിൻ്റെ പേരിൽ ഇളകി തുടങ്ങിയിരിക്കുന്നു. ജമാഅത്തുൽ മുജാഹിദീൻ, അൻസാർ അൽ ഇസ്ലാം തുടങ്ങിയ സംഘടനകൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കൂടുതൽ കരുത്തോടെ അവർ അവിടെ പ്രവർത്തിക്കുന്നു. ബംഗ്ലാദേശ് ഭരണകൂടത്തിൽ അവർക്ക് ഭയമില്ല. അവർക്ക് ഭയം, അവർക്ക് വിധേയത്വം, അവരുടെ സ്വന്തമായി അവർ കാണുന്നത് പാക് സേനയാണ്, ISI മേധാവികളെയാണ്. കാരണം അവർക്ക് വേണ്ട പണം, സൈനിക സഹായം എല്ലാം പാക് സൈന്യം നൽകുന്നുണ്ട്. ഇതിൻ്റെ തലവേദന ഇന്ത്യക്ക് കൂടിയാണ്. കാരണം പാകിസ്ഥാൻ്റെ കണ്ണു മുഴുവൻ ഇന്ത്യയിലേക്കാണ് അതിർത്തി കടന്നത്. ഒരേ സമയം കാശ്മീരിൽ LOCക്ക് അപ്പുറത്ത് നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്കെതിരെ ഒരു സംഘർഷമുണ്ടായാൽ ആക്രമണം അഴിച്ചുവിടാം എന്നതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഇത് നേരത്തെ തന്നെ മണത്തറിഞ്ഞു എന്നിടത്താണ് ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ ആ കഴിവ്. ഇതോടെ പലതവണ ഇന്ത്യയുടെ സമാധാനം ഭഞ്ചിച്ച ആ ലീപ് വാലി അങ്ങ് എടുത്താലോ എന്ന ആലോചനയിലാണ് ഇന്ത്യൻ സേന ഇപ്പോൾ. പാകിസ്ഥാൻ സൈനിക സാന്നിധ്യവും ഇസ്ലാമിക പാകിസ്ഥാൻ ഔട്ട്ഫിറ്റുകളുടെ സാന്നിധ്യവുമൊക്കെ ബംഗ്ലാദേശിൽ വേരോടിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശ് മണ്ണിൽ ഇവയൊക്കെ അനുവദിച്ചു കൊടുത്തതിന് ബംഗ്ലാദേശുകാരും ഇന്ത്യക്ക് കനത്ത വില നൽകേണ്ടി വരും, ഇന്നല്ലെങ്കിൽ മറ്റൊരു ദിവസം. അതിനൊപ്പമാണ് ലീപ് വാലിയിൽ നിന്നും പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുക എന്ന ദൗത്യം ഇന്ത്യ ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇത് രണ്ടും ഒരുമിച്ച് ഇന്ത്യൻ സേന നിർവഹിക്കുകയാണെങ്കിൽ ഒരേ സമയം ബംഗ്ലാദേശ് ഔട്ട്ഫിറ്റുകളെയും ലീപ വാലിയിലെ പാക് മൃഗീയമായ സാന്നിധ്യമൊക്കെ ഇന്ത്യക്ക് വീണ്ടും തുടച്ചു നീക്കാനാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തീരുമാനം വരേണ്ട ന്യൂഡൽഹിയിൽ നിന്നുമാണ്, ഉത്തരവ് വരേണ്ട ന്യൂഡൽഹിയിൽ നിന്നുമാണ്. എന്തായാലും 3 സേനാ വിഭാഗങ്ങൾക്കും സൈനിക മേധാവിമാർക്കും തങ്ങൾക്ക് ഹിതമായതെന്തും ചെയ്തു കൊള്ളാനുള്ള ഒരു അനുമതി ന്യൂഡൽഹി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. വളരെ നിമിഷ നേരം കൊണ്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യും ഇന്ത്യൻ സൈന്യം. തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു യുദ്ധം പരമാവധി ഒഴിവാക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. കാരണം ഇത് അമ്പലപ്പറമ്പിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തല്ലുകൂടലല്ല. ഒരു വിഭാഗം ജയിച്ചു കിട്ടാൻ. ഒരു യുദ്ധമുണ്ടായാൽ ഇരു വിഭാഗത്തിനും നഷ്ടങ്ങളുണ്ടാകും. സാമ്പത്തികമായും ആൾബലമായാലും ആയുധതലത്തിലായാലും നഷ്ടം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കരുതലോടെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പ്രകോപിപ്പിച്ചാൽ ലീപ് വാലിയിൽ നിന്നും ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സൈനിക മേധാവികൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വഴി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.